കർത്താവേ, ഇന്നും കച്ചവടം നല്ല വെടിപ്പാക്കി തരണേ. ഇന്നും എന്റെ കെട്ടിയോൻ കട്ടപ്പുറത്ത് തന്നെ. ബാക്കിയുള്ള ആമ്പ്രന്നോമാരെ വെളുപ്പിനെ എണീറ്റ് കടലിൽ പോവും. ഇതിയാന് മാത്രം കുരു. മക്കളെ, നല്ല ചൂട് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 6 മുമ്പ് കഴിച്ചോണേ മക്കളെ. ആ, നിങ്ങൾ കുറച്ച് അപ്പനും കൂടി വെച്ചേരെ. ഇവിടെ നിർത്താനല്ലേ പറഞ്ഞേ? അതെ, ഇങ്ങോട്ടൊന്ന് എടുത്തു വെച്ചേ. പതുക്കെ. ആ, എത്രയായി? 110 രൂപ. അയ്യോ എന്റെ തമ്പുരാനെ, ഇങ്ങനെ പിടുങ്ങോ? മീറ്ററിലുള്ളതേ പറഞ്ഞോളൂ. ആ കൊള്ള, നിന്റെ മീറ്റർ എത്തി കടുപ്പം തന്നെ. പിടിക്കൂ. ഇവ ഇത്തിരി കത്തിയാണല്ലോ. രാജമ്മോ, ഇന്ന് എന്ത് പറ്റി? താമസിച്ചല്ലോ. ഓ, ഒന്നും പറയണ്ട എന്റെ പാക്കര. രാവിലത്തെ ഒരേ പങ്കപ്പാടേ. എല്ലാത്തിനും ഓടാൻ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ആ ജെനിഫർ അവിടെ കിടന്ന് പൊളയ്ക്കുകയാണ്. ആ എന്തിനോളുടെ പേര് എന്റെ അടുത്ത് പറയല്ലേ പാക്കര. രാവിലെ എന്റെ കൊണ ഇളകും. പറഞ്ഞില്ലെന്ന് വേണ്ട. പിടിക്കല അങ്ങോട്ട്. അതൊക്കെ
നല്ല കിണ്ണം കൂത്തിരി പോലത്തെ നല്ല മീൻ. ചേച്ചി വാ ചേച്ചി, വാങ്ങിക്കേ ചേച്ചി. നല്ല പെടക്കണ മീനാണ് ചേച്ചി, സൂപ്പർ മീൻ. വാങ്ങിക്കേ ചേച്ചി, വാ 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 വാ. ചേച്ചി സാറേ നോക്കി നിൽക്കാതെ വാ സാറേ, നല്ല മീൻ സാറേ. വാ സാറേ, നല്ല സൂപ്പർ സാധനമാണ്. ഇതാണ് പൂത്തിരി, നല്ല കിണ്ണം പൂത്തിരി. ഇങ്ങനെ മടിച്ചു നിൽക്കാതെ അങ്ങോട്ട് വാങ്ങിക്കേ ചേച്ചി. ഈ സാറിനെ നല്ല മുരിങ്ങയ്ക്കും പച്ചമുളകും ഒക്കെ ഇട്ട് കറി വെച്ച് കൊടുക്കേ ചേച്ചി. പിന്നെ ഈ സാർ നിങ്ങളുടെ അടിമയാവും. ഇങ്ങോട്ട് ചേച്ചി, കൊണ്ടുപോ. ചേട്ടാ ചേട്ടാ നല്ല മീനാണ് ചേട്ടാ. മോളെ കയ്യിൽ എടുത്തു നോക്ക് മോളെ, ഇത് പിടിച്ചു നോക്ക് മോളെ. കാശെടു. ചന്തം കണ്ട് ചെല്ല്. ആ ഐസിലിട്ട് ചത്ത സാധനം തരും. നീയൊക്കെ എന്നാലേ പഠിക്കൂ. അവർക്ക് തുടങ്ങി. ഞാൻ മീൻ വിൽക്കുന്നുണ്ടെങ്കിലേ അതിന്റെ ചങ്ക് പൊട്ടി കീറി വിളിച്ചിട്ടാ. ഈ മരമൊന്തയും വെച്ചോണ്ടിരുന്നാലേ ആരും വരില്ല. വട്ടിയിൽ ചിക്കില് വീഴണമെങ്കിലേ കുറച്ചൊക്കെ ദണ്ണിക്കണം. ഓ നിന്റെ ഒരു ദണ്ണിക്കല് എനിക്കെല്ലാം അറിയാടി. അറിയാഞ്ഞിപ്പോ കേസ് കൊടുക്ക. ചുമ്മാ എന്റെ തോളി കയറില്ലേ. ചൊറിഞ്ഞു വരുത്. എഴുന്നേറ്റ് പോടി. നീ പോടി. മീൻ നല്ലതാണോ? അയ്യ മേടിക്കാൻ വന്നിരിക്കുന്നു. ഓയതേ ആ ചീഞ്ഞത് മേടിക്ക്. കൈ കാശില്ലാതെ ഇറങ്ങിയിരിക്കുന്നു. മുതലാളി ജെന്നിഫർ ഇരിക്കുന്നു. അപ്പോഴേ നിങ്ങൾ ആ പ്ലാമൂട്ട് കടയിലെ പിരിവൊക്കെ ശരിയാക്കിയിട്ട് വാ. ശരി. അപ്പോഴേക്കും ഞാൻ ജെന്നിഫറുമായിട്ട് കുടുംബകാര്യങ്ങൾ പറയട്ടെ. ഓ ഓ മുതലാളി ഇതേ. വേണ്ട, നിങ്ങളാദ്യം പോയിട്ട് വാ. എന്താടി രാജമ്മേ, സുഖാണല്ലോ അല്ലേ? സുഖമാണ് മോലാളി. എല്ലാം ഈ മുതലാളിയുടെ കാരുണ്യം. ഓ അയ്യോ പാവം ചേച്ചി മുതലാളി. ഇത് നോക്ക്, നല്ല പച്ച മീനാണ്, നല്ല കരു പോലെ ഇരിക്കുന്നത്. ഈടായിട്ട് അങ്ങോട്ടൊന്നും വരവില്ലല്ലോ. വാങ്ങിക്കൊണ്ട് പോ ചേച്ചി. പലിശക്കെടുക്കാതെ കച്ചവടം നടത്താൻ നിന്റെ വട്ടിയിൽ പണം കായ്ക്കണ മരം വല്ലതും ഉണ്ടോ? അയ്യോ മാതാവാണേ, അങ്ങനെയൊന്നും ഇല്ല മുതലാളി. കിട്ടണ കായ് ഒപ്പിച്ച് വല്ല വിധനം കഴിഞ്ഞു പോണ്. മീറ്ററിനെടുത്താ നമുക്ക് വലുതും കിട്ടുവോ? ശരി ശരി, പണി പാമ്പായിട്ട് വരാതെ നോക്കിയാൽ മതി. വാങ്ങിക്കൊണ്ട് പോ സാറേ. ഈ വെയിലും ഉണ്ടാലേ മോന്ത വാടിപ്പോവും. മുതലാളി പോയി കണ്ടോ കണ്ടോ കണ്ടോ, നല്ല പെടക്കുന്ന ചൂര. നല്ല മീനാണല്ലോ. എന്റെ മരം കൊണ്ട് ഇവിടെ വെച്ചിട്ട് പോടാ. ചേച്ചി ഇങ്ങോട്ട് വന്നേ. കണ്ടോ കണ്ടോ കണ്ടോ, നല്ല പെടക്കുന്ന ചൂര. കണ്ടോ കണ്ടോ കണ്ടോ, എന്റെ കയ്യിൽ പെടക്കുന്ന ചൂര. കണ്ടോ കണ്ടോ, ഇങ്ങോട്ട് വാ. കർത്താവേ, ഒരു കൂറ് എനിക്ക് ഫ്രീ ആയിട്ട് തരുവോ? നിനക്ക് തരില്ലടാ, നിന്റെ അപ്പനെ വിളിച്ചോണ്ട് വാ, അയാൾക്ക് കൊടുക്കാം. പോടാ പുല്ലേ. വന്നിരിക്കുന്നു. മുട്ടേന്ന് വിരിഞ്ഞില്ല അവൻ, ഇറങ്ങിയിരിക്കുക.
കൊടി കൊതി വിടാതെ നിന്റെ പാട്ടിന്. ശ്ശോ, ഇതൊക്കെ ഇനി എപ്പോ തീരും? കക്ഷി സമ്മതിക്കുവോ? പ്രോബബ്ലി യെസ്. പിന്നെങ്ങാനും ഒരു നോ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കക്ഷിയെ വീഴ്ത്താനുള്ള ഒരു ചെറിയ ടെക്നിക് പ്രയോഗിക്കും. ഒരു സെന്റിമെന്റ്സ്. വാ നോക്കാം. ചേച്ചി, ഞാൻ മൃണാളിനി, ഓ? ഫോക്കസ് ടിവിയുടെ റിപ്പോർട്ടറാ. അതിന് ഞാനെന്ത് വേണം കൊച്ചേ? അല്ല, ഞങ്ങൾക്ക് ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ വേണമായിരുന്നു. മാതാവേ, ദേ പിന്നെയും കുരിശ്. അതൊന്നും വേണ്ട മക്കളെ, സമയം കളയാതെ നിങ്ങൾ പോ. ചേച്ചി പ്ലീസ് ചേച്ചി, ചേച്ചിയുടെ ഇന്റർവ്യൂ കൊണ്ടു ചെന്നില്ലെങ്കിൽ എൻ്റെ ജോലി പോകും. പിന്നെ എൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാകും. അങ്ങനെ തുമ്മിയെ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ഇങ്ങ് പൊക്കോട്ടെ വച്ചേ. നിങ്ങൾക്കൊക്കെ പണി കിട്ടാനാണോ പാട്? കർത്താവേ, നമ്മളെ പോലെ ഇങ്ങനെ രാവും പകലും കിടന്ന് കഷ്ടപ്പെടണ്ടല്ല. അല്ല, ചേച്ചി ഒന്ന് സമ്മതിച്ചാൽ പിന്നൊരു പ്രോബ്ലം ഇല്ല. വേണ്ട പിള്ളേരെ, എനിക്കിതേ ഈ കുന്ത്രാണ്ടം കാണുന്നു തന്നെ അറപ്പാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സംഗതി ചീറ്റുവെന്ന്. നമ്മൾ വിചാരിച്ച പോലെയല്ല. ഷീ സ്ട്രോങ് ആൻഡ് അഡമന്റ്. അപ്പോൾ നിന്റെ ഹ്യൂമൻ ഇൻഡസ്ട്രിയുടെ കാര്യം ഗോപി. അയ്യോ, ദേ സാജൻ സാർ വിളിക്കുന്നു. ഇനി എന്തോ പറയും? കക്ഷി അവിടെ പൊയറ്റിക് ടൈറ്റിലും റെഡിയാക്കി ഇരിപ്പുണ്ടോ? നീ കാര്യം തുറന്നു പറ. ഹലോ സാർ. ആ ശരി സാർ, ചെയ്യാം സാർ. സാർ മനസ്സിലായി സാർ, ചെയ്യാം സാർ. സാർ നോക്കാം സാർ. ഷുവർ സാർ, ബിലീവ് മീ. ശരി സാർ. അപ്പോൾ നമ്മൾ ജെന്നിഫറിനെ ഫോളോ ചെയ്യുന്നു. ഒരു ബൈറ്റ് തരുന്നത് വരെ നമ്മൾ കക്ഷിയെ വിടുന്നില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. എത്രയായി? 60 ഇത് 50 രൂപയുണ്ടേ, ബാക്കി നാളെ തരാം. ലുബ്ധിച്ച് നീ എന്റെ കടയിൽ വരാതാവുമോ ജെനിഫറെ? അതെന്താ ഭാസ്കരേട്ട അങ്ങനെ പറഞ്ഞത്? എങ്ങനെ പറയാതിരിക്കും? കഴിഞ്ഞ മാസം 21-ാം തീയതി വന്നേ പിന്നെ ഇപ്പോഴല്ലേ നീ എനിക്ക് ദർശനം തന്നത്. നിന്നെയൊക്കെ കണ്ടുകൊണ്ടാ ഈ കടയിലെ കച്ചവടം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇനി ഞാനായിട്ട് നിങ്ങളുടെ കച്ചവടം കുറയ്ക്കുന്നില്ല. കുരുമുളക് 100, വെളിച്ചെണ്ണ 1/2 കിലോ, പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഓരോ കവറ്. എല്ലാം ഇങ്ങ് പോരട്ടെ. എത്രയായി? 150.
വിമല ചേച്ചിയെ ഞാനൊന്ന് കാണട്ടെ. ഭേഷ പറയുന്നുണ്ട് കെട്ടിയോനെ ഒന്ന് മൂക്ക് കയറിടാൻ, ഇല്ലെങ്കിലേ ഈ കാളയെ വേലി ചാടുവേ. ശത്രു എതിരാളികൾക്ക് എതിരാളിയായിരിക്കുമെന്നും അവർ അവിടുത്തോട് പ്രാർത്ഥിച്ചു. അനന്തരം എണീറ്റ് അങ്കി ധരിച്ച് നഗരത്തിൽ നിന്നും കുറെ ദൂരം മുന്നോട്ട് നീങ്ങി.
ഇത് നല്ല കൂത്ത്. അപ്പന്റെ കള്ള് അങ്ങനെ അറിയാതെ നിങ്ങൾ എടുത്ത് കുടിച്ചാ? അല്ലാതെ ഈ നേരത്തെ ഇങ്ങനെ കിടക്കുവോ? അപ്പന് കള്ള് തലയ്ക്ക് പിടിച്ച സമ്മതിക്കാം. നിങ്ങൾ ഇതെന്ത് ഭാവിച്ച മക്കളെ ഇങ്ങനെ കിടക്കുന്നേ? വേണമെങ്കിൽ കഴിക്കും. ഏയ്, എന്തു പറ്റി? ഏ അപ്പോ നമ്മളിനി ഇങ്ങോട്ടേക്കില്ല? ഇല്ല ജെന്നിഫർ, നമുക്ക് അവരെ വെറുതെ വിടാം. അവരുടെ സ്വർഗത്തിൽ എന്തിനാ നമ്മൾ വെറുതെ അപ്പോ ചീഫിനോട് എന്ത് പറയും? ഒരു ചാനൽ റിപ്പോർട്ടർക്ക് കള്ളം പറയാനാണ് പാട്. യു ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. ജെന്നിഫറിന്റേത് ഒരു ടച്ചിങ് സ്റ്റോറിയാ. 12 വർഷം മുമ്പോട്ടായ സുനാമിയിൽ അവരുടെ ഭർത്താവും 2 കുട്ടികളും കടലിൽ കാണാതെ പോയി. അവർ മരിച്ചിട്ടും അത് അംഗീകരിക്കാൻ ജെന്നിഫറിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സോ ഇറ്റ് വിൽ ബി എ ഗുഡ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി. മനസ്സിലായില്ലേ? ആ